അഞ്ജു അഞ്ജു അവിടെ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഈ ലോകത്ത് ആരെങ്കിലും പ്രിൻസിനോട് സഹായം ആവശ്യപ്പെട്ടാൽ അവരൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല പവിത്ര. അത് നിറവേറ്റി കൊടുത്തിട്ടേ പ്രിൻസ് വിശ്രമിക്കൂ. അഞ്ചു മുറിയിലുണ്ട്. പരിഭവങ്ങളും പിണക്കങ്ങളും പറഞ്ഞു തീർക്കാൻ അവൾ മുറി കാത്തിരിക്കുക. പിന്നെ അല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നു. അത് സദാശിവൻ ഒപ്പിച്ചതാ. സാരമില്ല, ഒന്ന് വിളിച്ചാൽ മതി. ചെറിയൊരു മയക്കം, അത്രേ ഉള്ളൂ. ഉണരുമ്പോ അവൾ നിന്റെ സുന്ദരമായ മുഖം തന്നെ ഒന്ന് കാട്ടുവാ. പ്രിൻസേട്ടൻ ചെയ്തെന്ന ഉപകാരം ജീവിതത്തിൽ ഒരിക്കലും ഞാനും അഞ്ചും മറക്കില്ല. ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് പ്രിൻസേട്ടൻ. നന്ദിയൊന്നും വേണ്ട. ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണം. എന്നിട്ട് രാത്രി വണ്ടിക്ക് 2 ടിക്കറ്റുമായിട്ട് സദാശിവം വരും. അതുവരെ നിനക്ക് അവളോടോ അവൾക്ക് നിന്നോട് എന്തെങ്കിലുമൊക്കെ പറയാണ്ട് പോയി പറ. അയ്യോ പ്രിൻസേട്ടൻ, ഞാൻ ഒറ്റയ്ക്ക്. അയ്യോ പ്രിൻസേട്ടൻ കൂടെ വാ. നിന്ന് പോടാ, ചെടുക്കാതെ. ഞാൻ ഒറ്റയ്ക്കാ. അഞ്ജു 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 എന്താ എന്ത് പറ്റി? അഞ്ചു ഉണർന്നില്ലേ? ഉണർത്തണ്ട, ഞാൻ വിളിക്കാം. എടാ ഉറങ്ങുന്ന ആൾക്കാരെ വിളിച്ചോളാം. ഇതെന്റെ അഞ്ചു അല്ല, നിങ്ങൾക്ക് ആള് പറ്റിയതാ. എടാ നീ പച്ചവെള്ളം ഒഴിച്ച് ആദ്യം നിന്റെ മുഖം ഒന്ന് കഴുക്. നീ നോർമൽ അല്ല. ആ കെട്ടൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് സൂക്ഷിച്ച് നോക്ക്. ഞാൻ വിളിക്കാം. എന്റെ പ്രിൻസേട്ടാ, ഇത് അവളല്ല. ഞാൻ പറയണ വിശ്വസിക്ക്. എനിക്ക് എന്റെ അഞ്ചുനെ കണ്ട തിരിച്ചറിയില്ലേ? അല്ല, ഇത് അവളല്ല, നിങ്ങൾക്ക് ആള് പറ്റിയതാ. ഇപ്പൊ അങ്ങനെയാ? എടാ കഷ്ടപ്പെട്ട് നിന്റെ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് ഇവിടെ കിടത്തിയപ്പോ ഇപ്പൊ അഞ്ചു അല്ലെന്നോ? എന്റെ പ്രിൻസേട്ടാ, സത്യമായിട്ട് ഇത് എന്റെ അഞ്ചു അല്ല. ഇത് ഉണരുന്നതിന് മുമ്പ് പിടിച്ചെടുത്ത് തന്നെ കൊണ്ടുപോയി കളയ. പറഞ്ഞോ. എന്റെ തന്നെയാണ് സത്യം, ഇത് എന്റെ അഞ്ചു അല്ല. പിന്നെ നീ പറഞ്ഞ സ്ട്രീറ്റ്, നീ പറഞ്ഞ വീട്, നീ പറഞ്ഞ ആന്റി, നീ പറഞ്ഞ ചുരിദാറ്, പിന്നെ പേരും ഉരുളല്ലേ. പ്രിൻസ് ഇത് കുറെ കണ്ടതാ കേട്ടോ. എന്റെ പ്രിൻസേട്ടാ, ഇതെന്റെ അഞ്ചു അല്ല. ആ ആന്റിയുടെ വീട്ടിൽ ഇതുപോലെ കുറെ എണ്ണം ഉണ്ട്. പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ വന്ന ഏതെങ്കിലും ഒന്നായിരിക്കും. എന്തെങ്കിലും ആയാലും ഇപ്പൊ എന്താ കൊണ്ടുവയ്ക്കണം. വിളച്ചിട്ട് കളിച്ച് ഇടിച്ച് നിന്റെ കേട്ടോ. സദാശിവ അവൻ നിന്നെ കൊണ്ടുവന്നപ്പോഴാ ഞാൻ വിചാരിച്ച നീ ഒരു തരികട പാർട്ടിയാണെന്ന്. എന്താ ഭാർക്കുട്ടി? ഞാൻ അടിച്ചു വരാൻ വന്നതാ. ഞാൻ അടിച്ചു വാരി. സുഖം തന്നെയല്ലേ? അത് പിന്നെ കുഞ്ഞിനറിഞ്ഞൂടെ? അയ്യോ, സിനിമയ്ക്ക് പോയ ഏറാടിയും കുട്ടികളെയും കണ്ടില്ലല്ലോ. അതാണ് അവരെ. എന്താ അങ്ങേര് ചുറ്റിക്കളി? ബാത്റൂമിൽ പോണം. ബാത്റൂം. ഞാൻ വെറും മണക്കൂസാണെന്ന് നീ വിചാരിച്ചോ? ഓടുന്ന കോഴിക്ക് ഒരു മുഴം പിമ്പെ എറിയുന്നവനാണ് ഈ സദാശിവൻ. ഇത് കണ്ടോ, ചൂടുള്ള സായാഹ്ന പത്രത്തിൽ ചൂടുള്ള വാർത്ത. അഞ്ചുവും പവിയും ഒന്നായി. ഞാൻ ഒപ്പിച്ചു. എന്തൊരു ചേർച്ച! ഇതുവരെ എഴുന്നേറ്റില്ലേ? പവി, പവി മോളെ എഴുന്നേറ്റേ. ഇനി ലോകത്തൊരു ശക്തിക്ക് നിങ്ങൾ പിരിക്കാനാവില്ല. ഞാനെല്ലാം പരസ്യമാക്കി കഴിഞ്ഞു. ഇത് നോക്കിയേ, മാല, ബൊക്കെ, വിളക്ക്, എന്റെ വക ഒരു പ്രസന്റേഷൻ. സൂപ്പർ ബ്രെയിൻ എന്ന് പറയുന്ന ഇതാ. ഈ തമാശക്ക് അടിച്ചാണോ എന്റെ പല്ല്? പോടാ പുല്ലേ, എടുത്തോണ്ട് പോടാ ഇവിടെ ഇവിടുന്ന്. എന്തിന്? ഇവിടെ നമുക്ക് ആള് മാറി. ഇത് അഞ്ചു കിച്ചൊന്നുമല്ല, വേറെ ഏതാ പെണ്ണ? പവിത്രം മുങ്ങി. സദാശിവ, ഞാൻ സെൻട്രൽ ജയിലിലേക്ക് പോവുക. നേരിട്ട് സറണ്ടർ ആയ ശിക്ഷ കുറഞ്ഞിരിക്കുക. നീ വാ, ഞാൻ അവിടെ കിടന്നോളാം. സദാശിവ, എനിക്ക് തലകിറക്കം പോലെ വേണം. ഇനി വല്ലതും കഴിച്ചിട്ട് കിടന്നുറങ്ങണം. എങ്ങനെയുണ്ട് ഏറാടി സിനിമ? കാലക്കി. എന്ത് കലക്കാൻ കൂർക്കം വലിച്ച് ഉറങ്ങായിരുന്നില്ലേ? എന്റെ ഫാൻറ്റും കൊച്ചത്തിന്റെ കട്ടിൽ കിടക്കുക. ആ, ഞാനേ കിടക്കടയിൽ ഫാൻറ്റ് ഒളിപ്പിച്ച് വെച്ചിരിക്കാ. ആ ഫാൻറ്റ് നമ്മുടെ കിടക്കട്ടെ. അതിന്റെ മുകളിൽ വേറൊരു ഫാൻ കിടന്ന് നിറവുണ്ട്. നാളെ എടുക്കേ. എല്ലാരും പോയി കിടന്നിറങ്ങ. പാലക്കുട്ടി, എല്ലാരും താഴെ കിടക്കുന്നത്. പോ. ഞാൻ പോയിട്ട് പറ്റില്ല. നിന്നോടെ കാലെടുത്ത് കൂത്തരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇവിടെ നിൽക്കുന്ന ഏറാടി മാമനെ ഇഷ്ടമല്ല. കണ്ട കൂട്ടുകെട്ടും. എന്താണെന്നറിയോ? അതാണ് അത് പറഞ്ഞു തന്നാലേ ഏറാടിക്ക് മനസ്സിലാവൂ. ഇപ്പോഴേ ഇവിടെ
സെമിത്തേരിയ. അപ്പൊ സൗകര്യമായില്ല. അയ്യോ വേണ്ട, പ്രേതങ്ങൾ വല്ലതും വന്ന് ഇവളെ കൊന്നിട്ട് പോയാൽ പോലീസിനടുത്ത് നമ്മൾ സമാധാനം പറയേണ്ടി വരും. പിന്നെന്ത് ചെയ്യും? ഒന്ന് ചെയ്താലോ, ഇവളെ ഇതിനകത്ത് തന്നെ ഇരുത്തിയിട്ട് നമുക്ക് ഈ വാൻ ഉപേക്ഷിച്ച് മുങ്ങിയാലോ? അത് കൊള്ളാം. ഒറ്റ അടി വെച്ചാൽ നടക്കാൻ വേണ്ടിയില്ലേ ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നു. എന്റെ വെള്ളമടി കൂടുന്നുണ്ട്. നാക്ക് കുഴഞ്ഞു തുടങ്ങി. വേറെ എവിടെ കുഴയണം? എങ്ങനെയുണ്ട് സ്ഥലം? നല്ല ബെസ്റ്റ് സ്ഥലം. പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലം. ആരും ഇല്ലാത്തൊരു പാർക്ക്, വിശാലമായ ഒരു ബെഞ്ച്. കൊള്ളാം. സേഫ്റ്റിയുടെ പ്രോബ്ലം ഒരു പ്രോബ്ലം ഇല്ല. നീ ഒരു കാര്യം ചെയ്താൽ മതി. നീയോ? ഞാൻ എന്റെ പാട്ട് പോവും. നീ സെന്റിമെന്റ്സ് ഒന്ന് കഴിയാൻ പൊക്കെ എടുത്ത് അവിടെ കിടന്ന അവിടെ എന്തൊരു വെയിറ്റ്. അല്ല പ്രിൻസേ, ഭയങ്കര തണുപ്പ്. അതല്ല, ആ കുട്ടി നേരം വെളുക്കുമ്പോ തണുത്ത് വിറച്ച് ഒരു പരുവത്തിലായി പോകും. അതാണ് പ്രിൻസ്. എടാ വലത്തെ കയറുന്നത്, ഇടത്തെ കയറാ, വലത്തെ കയറുക, വലത്തെ നീ ബട്ടിട്ട് ഓരോന്ന് നോക്കണം. വാ 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 വാ. കുറച്ചുകൂടെ ക്ലോറോഫോൺ എടുത്ത് മണപ്പിച്ചാലോ? വേണ്ടല്ലേ? വേണ്ട. എന്ത് പറ്റി? ഇന്നലെ ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയോ? ഓ, രാവിലെ ജോഗിങ്ങിന് വന്നിട്ട് ഉറങ്ങിപ്പോയതായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, പട്ട് കേസ് തന്നെ. ആന്റിക്ക് വീടില്ലേ? ആന്റി ഞങ്ങളുടെ വീട്ടിലേക്ക് വാ. വേണ്ട. എന്താ ഇത് വെള്ളക്കോഴിയാ, തൂക്കം പോരാഞ്ഞോണ്ടാ. ഇത് നാട്ടുകാരടുത്ത് മുഴുവൻ പോയി പറഞ്ഞു കൊടുക്കണം കേട്ടാ. നിനക്ക് നല്ല പിടക്കിന കരിമീൻ വേണ? കഴിഞ്ഞ മാസം വാങ്ങിച്ചത്. എനിക്ക് വേണ്ട, പക്ഷേ കൊതിയുള്ളതെല്ലാം വായിക്ക് രുചിയായിട്ട് വാങ്ങിച്ച് കഴിച്ചോ? റെയിൽ പാളത്തിൽ ഒരു പെണ്ണിന്റെ ശവം ചതഞ്ഞറിഞ്ഞ് കിടപ്പുണ്ട്. എവിടെ? നമുക്ക് പോയി കാണാം. വേണ്ട, അവരിങ്ങോട്ട് വന്ന് കണ്ടോളും. പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോ അത് ആ പെണ്ണിന്റെ ആണെന്നാ തോന്നുന്നത്. ഞാനൊരു പാണിങ് തരാൻ വന്നതാ. ജാമ്യം കിട്ടുന്ന യാതൊരു ഹോപ്പും വേണ്ട. യോഗം ഉണ്ടെങ്കിൽ 10-14 വർഷം കഴിഞ്ഞ് കാണാം. നിന്നെ അവർ തൂക്കി കൊന്നില്ലെങ്കിൽ പാവ എന്റെ ഒരു സുഹൃത്തിന് ഈ ഗതി വന്നു പോയല്ലോ. ഞാൻ കൂടെ വരുന്നു. പ്ലീസ്. ഒന്നും പറയണ്ട. സന്ധ്യക്ക് ഇറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ ഉറക്കച്ചറവോടെ കയറി വരുന്ന ജോലി എന്താണെന്നൊക്കെ എനിക്കറിയാം. അത്തരക്കാർക്ക് താമസിക്കാൻ ഇവിടെ ഇടപെടുന്ന കുട്ടി കരുതണ്ട. ഹോട്ടലല്ലേ ഇത്? വേഷം കെട്ട പറയില്ലല്ലോ ഇതാണ് ഉള്ളിലെ വേഷം കെട്ടുന്നത്. നല്ല കുടുംബത്തിൽ പറഞ്ഞ വേറെയും പെൺകുട്ടികൾ ഇവിടെ പെയിൻ ഗസ്റ്റായി കഴിയുന്നുണ്ട്. ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഇപ്പൊ അവിടെ ഇറങ്ങിക്കോണം. കാറും വെട്ടിയൊക്കെ ആയിട്ട് വന്ന് കയറിപ്പോഴേ ഞാൻ കരുതി ഇത് ഇവിടെ ശരിയാവില്ലെന്ന്. എന്താണോ നോക്കി നിൽക്കുന്നത്? അത് കയറിപ്പോ. കുറെ നേരം നോക്കി നിൽക്കുന്നു.
വീട്. അതെ. ഞാൻ ചെറുപ്പത്തിൽ കണ്ട അതേ മുഖമാ, ഒരു മാറ്റമില്ല. ഇപ്പോഴും ചെറുപ്പക്കാരൻ തന്നെ എന്റെ ഏറാടി മാമൻ. മാമൻ എന്നെ മനസ്സിലായോ? അയ്യേ, മാമന്റെ പഴയ ഓർമ്മശക്തി ഒക്കെ പോയി. പണ്ട് എന്തൊരു ഓർമ്മയായിരുന്നു. ഡൽഹിയിലെ കൃഷ്ണമേന്റെ മോള് ഗീതു. അല്ല, ഏറാടി മാമൻ എല്ലാം മറന്നു. കുഞ്ഞുനാളിൽ ഞാൻ ഇവിടെ വന്നതും ഏറാടി മാമൻ എന്നെ കുതിരപ്പുറത്ത് കയറ്റിയതും വീണ് കൈപ്പൊട്ടിയപ്പോ ഞാൻ അച്ഛനോട് പറയുന്നു പറഞ്ഞപ്പോ ഏറാടി മാമൻ പേടിച്ചതും ഞാനൊന്നും മറന്നിട്ടില്ല. കേട്ടോ, ഞാൻ പറയട്ടെ? നിക്ക് ശാലു മോള്, നൈജീരിയയിലെ ഉണ്ണിമാന്റെ മോള്. നേരിട്ട് വരുന്ന വഴിയാ? അല്ല, നാട്ടിൽ നിന്ന് വരുന്ന വഴിയാ. അവിടെ ചെന്നപ്പോ ഇവിടെ വരണമെന്ന് എല്ലാരും കാണണമെന്ന് തോന്നി. പ്രിൻസ് കുഞ്ഞേ, അല്ല ഇതാരാ വന്നെന്ന് നോക്കിയേ. വേണ്ട ഏറാടി മാമ, പ്രിൻസ് ചേട്ടനെ ഞാൻ അകത്ത് പോയി കണ്ടോളാം. പാറു, ഇത് ആരാ വന്നെന്ന് അറിയോ? നമ്മുടെ നൈജീരിയയിലെ ഉണ്ണിമാന്റെ മോള് ശാലിനി. ഇത് പാറൂട്ടിയല്ലേ? അയ്യോ, ഒരുപാട് തടിച്ചുപോയി. അയ്യോ, എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല. എന്റെ ഈശ്വര, മോളെ വന്ന കാലം നിൽക്കാൻ അകത്തേക്ക് കയറിയിരുന്നേ. എത്ര വർഷമായി ഇവിടുന്ന് പോയിട്ട്. ഇന്നലെ ഇവിടുന്ന് പോയ പോലെ എനിക്ക്. ആണോ? സ്നേഹമുള്ളവർക്ക് അങ്ങനെ. ചെറുപ്പത്തിലേ കണ്ടതല്ലേ, ഒരുപാടങ്ങ് മാറിപ്പോയി. പക്ഷെ അന്ന് ഇത്ര നിറം ഉണ്ടായിരുന്നില്ലല്ലോ. പ്രിൻസ് മോനെ, പാറുകുട്ടി, മോക്ക് എന്തെങ്കിലും കുടിക്കാനെടുക്ക്. അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ പോയിരിക്കുക. അവര് വന്നിട്ട് മോള് പോയാ മതി. മോള് ഇവിടെ ഇരിക്കും, പാറൂട്ടി ഇപ്പൊ വരാം. ഈ മുറി മോളുടെതാ. അന്ന് വന്നപ്പോഴും മോൾ ഇവിടെ ഉറങ്ങിയത്. ആ, ഞാൻ പോയി പ്രിൻസ് കുഞ്ഞിനെ വിളിച്ചോണ്ടുവരാം. അവൻ അറിഞ്ഞ വലിയ സന്തോഷാവും. പ്രിൻസ് കുഞ്ഞെ, ഒന്ന് താഴേക്ക് ഒന്ന് നോക്ക്. ആരാ വന്നതെന്ന്? ഒന്ന് എന്ത് നോക്ക്. ഇയാൾ കളിപ്പിക്കാതെ കാര്യം പറയണോ? നമ്മുടെ ശാലു മോള്, ശാലിനി. ശാലിനിയാ? ഏത് ശാലിനി? പ്രിൻസ് കുഞ്ഞ് വന്നോ? എത്ര നേരമായിട്ട് ഞാൻ ശാലുമോള് കാത്തിരിക്കുന്നു. എന്റെ മുഖം ഓർമ്മയുണ്ടോ? ഞാൻ മറന്നിട്ടില്ല. അതെങ്ങനെ മറക്കാൻ? കുട്ടിക്കാലത്ത് രണ്ടുപേരും കൂടെ ആയിരുന്നല്ലോ കൂട്ട്. അതാരാ? അയ്യോ, അത് ഈ കുഞ്ഞിന്റെ കൂടെ നടക്കുന്ന ഒരു വിട്ടിയാ. ഇടയ്ക്കിടയ്ക്ക് വലിഞ്ഞു കയറി ഇവിടെ വരും, ഓരോ വകതരവില്ലാത്തവൻ. ശാലിനി, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലെന്ന് വിചാരിച്ചു അല്ലേ? ആ മഞ്ഞത്ത് കിടന്ന് ഞാൻ മരിച്ചെന്ന് കരുതിയോ? ഇനിയുള്ള രംഗങ്ങൾ ഭീകരാക്കാൻ വേണ്ടിയാ 5 മുതൽ ശാലിനി ആയത്. തന്നെ ഞാൻ നക്ഷത്രക്കാലം എണ്ണിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. രാത്രിക്ക് എന്താ സ്പെഷ്യൽ വേണ്ടത്? കുട്ടിക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാ പറഞ്ഞോളൂ. രാത്രിക്കുള്ള സ്പെഷ്യല് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ശരിയായിക്കോളാം. ഇപ്പൊ ശാലിനി മോളുവാ, ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാണ്ട്. കുഞ്ഞാളെ കണ്ടതല്ലേ? അത് ശരി, എല്ലാം കെട്ടിപ്പറക്കി എടുത്തോണ്ട് ഇങ്ങോട്ട് പോന്നിരിക്കാനല്ലേ? അതെ, കാശുള്ള ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലെ ഷെൽട്ടർ എനിക്ക് ആവശ്യം. അതൊക്കെ പതുക്കെ എനിക്ക് ചെവിയേക്കാം. ഇപ്പൊ ഇവിടെ നിറയ്ക്കണം. പ്രിൻസ് ആരാണെന്ന് എനിക്ക് ശരിക്കറിയില്ല. ഈ വീട്ടിലെ എല്ലാവരെ കുറിച്ച് അറിയേണ്ടത് മുഴുവൻ അറിഞ്ഞിട്ട് ആഞ്ചി ഇങ്ങോട്ട് വന്നത്. അറിയിക്കേണ്ടവർ മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. എന്തോന്ന് അറിയിക്കാം? മര്യാദയ്ക്ക് ഇവിടെ നിറയ്ക്കണം. ഇറങ്ങില്ലെങ്കിലോ? ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ? അയ്യോ, വെറും പോലീസിനെ വിളിക്കുന്നത് മോശമല്ലേ? IG മാരെയോ DIG മാരെയോ ഒക്കെ നമുക്ക് വിളിച്ചു വരുത്താം. എന്തിനാ? എന്തിനാ? ഒന്ന് ഓർത്ത് നോക്ക്. ഒന്നും ഓർക്കാനില്ല. എന്റെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. നിന്നെ കണ്ടിട്ടുകൂടിയില്ല. നീ ആരാ? അയ്യോ, ഓർക്കുന്നില്ല അല്ലേ? ഇല്ല. പേരും നാളും ചോദിച്ചിട്ട് നടു റോഡിൽ എന്നെ കാറിൽ ബലമായി തട്ടിക്കൊണ്ടുപോയത് ഓർമ്മയില്ലെന്നോ? കാറിൽ വെച്ച് താനും വേറൊരുത്തിനും കൂടി എന്നെ മയക്കി മാനഭംഗപ്പെടുത്തത് മറന്നുപോയോ? മാനഭംഗം? അതൊന്ന് ഭംഗം? ഏത് കാറ, ഏത് റോഡ്, ആര് മയക്കി, ആര് മാനഭംഗപ്പെടുത്തി? നുണമതാൽ അതിനൊരു പിടുത്തം വേണം കേട്ടോ. ഇതൊക്കെ അങ്ങ് കോടതിയിൽ പറഞ്ഞാൽ മതി. ആ, എന്നെ പോലൊരു മാന്യം നിന്നെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കാൻ പോവല്ലേ? എന്തോ തെളിവുണ്ട്? ആ, എന്റെ കോട്ട. അപ്പൊ ഇത് നിങ്ങളുടെയാണല്ലേ? ഈ പീറക്കോട്ട് കാണിച്ചാണോ നീ എന്നെ കോടതി കയറ്റാൻ പോകുന്നത്? ഇത് ആർക്ക് വേണം? സ്ട്രോങ് എവിഡൻസ് ഉണ്ട്, കാണിക്കേ. സ്ട്രോങ് എവിഡൻസ്. ആ, എന്റെ ലൈസൻസ്. അയ്യോ, ഞാൻ ആകെ വിഷമിച്ചിരിക്കും. നിനക്ക് ഇവിടെ ഇടിക്കുക. കാര്യമില്ല. താൻ എന്താ കരുതിയത്? എനിക്ക് ഈ തെളിവുകൾ ധാരാളം മതി. ഒരു രാത്രി കൊണ്ട് തനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ലൈഫാ. അത് തിരിച്ചറിയാൻ കഴിയുമോ എനിക്ക്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് മുതൽ ഈ മുറി എന്റേതാ. ആര് പറഞ്ഞു? ഞാൻ. ഓഹോ. ആ. അച്ഛനോ? ആരച്ഛൻ? അയ്യോ, നമ്പറൊക്കെ അത് തന്നെ. പ്രിൻസോ? അങ്ങനെ ആരും ഇവിടെ ഇല്ല. വെക്കടോ. അയ്യോ, എന്റെ അച്ഛനാത്. എന്റെ അച്ഛനല്ല.
എല്ലാരും വരും. ഇത് ശാലിനി ആന്റി, കൊച്ചച്ഛന്റെ ഇളയമ്മയുടെ മോള്, നൈജീരിയയിലെ. എരടിമമ്മ, ഞാൻ വന്ന കാര്യം എല്ലാവരും വിളിച്ചറിയിക്കേ. അപ്പൊ ആന്റി ഞങ്ങളുടെ ബന്ധുവാണല്ലേ? ഓ, ഞാൻ ജയം കുഞ്ഞിനെ വിളിച്ച് പറയട്ടെ. ഞാൻ വിളിച്ചോളാം. അച്ഛനെ വിളിച്ച് പറയണം, ജയം കുഞ്ഞിനെ വിളിച്ച് പറയണം. ഒരുപാട് നാള് കഴിഞ്ഞ് കുഞ്ഞിങ്ങോട്ട് വരുന്നതല്ലേ. അതെ, ആന്റി വന്ന് കേറിയല്ലേ ഉള്ളൂ. നിങ്ങളൊക്കെ പോയി റെസ്റ്റ് എടുക്ക. ചെല്ലപ്പോ എല്ലാരും പോയി. താനും പോ. അപ്പോ ആന്റി റെസ്റ്റ് എടുക്കണം.